Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമാണ് ഇതേപോലെ റെഗുലറായിട്ട് വരുന്ന അപ്ഡേറ്റ്സും ന്യൂസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. തുടക്കം തന്നെ നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.2 എന്ന് പറഞ്ഞൊരു മാസീവ് അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ എല്ലാവരും കരുതുന്നത് പോലെ ആപ്പിൾ ഇൻ്റലിജൻസ് മാത്രമല്ല ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്, കുറേയധികം വേറെ ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ more than 50+ ഫീച്ചേഴ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഫുൾ ഫ്ലജ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. iOS മാത്രമല്ല WatchOS, macOS എന്നിങ്ങനെ കുറേയധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയും അതേപോലെ ഒരു ഫുൾ ഫ്ലജ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എന്തായാലും ക്ലിക്ക് ചെയ്യുക, കാണുക. അതോടൊപ്പം തന്നെ ഈ ഒരു macOS റിലീസ് ചെയ്തപ്പോഴത്തേക്കും അതിൽ ഒരു ചെറിയ ലീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2025 വരാൻ പോകുന്ന M4 MacBook Airൻ്റെ 15 ഇഞ്ചിൻ്റെ M4 MacBook Airൻ്റെ ഒരു ചെറിയ കോഡിങ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും മിക്കവാറും 2025 മാർച്ചോടെ തന്നെ പുതിയ കുറച്ചധികം പ്രൊഡക്റ്റുകളുടെ ആ ലിസ്റ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ വർത്ത് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലേക്ക് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ വരാൻ പോവാണ്. ഇപ്പോഴല്ല, 2026 ഈ ഒരു സ്റ്റോർ വരാൻ പോകുന്നത്. 2025 സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ഓൺലൈൻ സൈറ്റ് അവർ ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യും. ഇന്ത്യയിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ സെയിം പാറ്റേൺ തന്നെ ആപ്പിൾ ഫോളോ ചെയ്യുന്നത്. ആദ്യം വെബ്സൈറ്റിൽ കൂടെ ഓൺലൈൻ സ്റ്റോർ ആപ്പിൾ ഓപ്പൺ ചെയ്യും, അതിനുശേഷമാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. സെയിം പ്രിൻസിപ്പൾ ആദ്യം 2025 ഒരു ഓൺലൈൻ സ്റ്റോർ, 2026 ഈ പറഞ്ഞ സൗദി അറേബ്യയിൽ ഒരു ഫിസിക്കൽ സ്റ്റോർ, ആപ്പിളിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫിസിക്കൽ സ്റ്റോറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ സൗദി അറേബ്യയിലുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ പുതുതായിരിക്കും, എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് UAE അതേപോലെ തന്നെ ചിലിയിലുള്ള കൂട്ടുകാർക്ക് ഇനി ടാപ്പ് ആൻഡ് പേ എന്ന ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഈ ടാപ്പ് ആൻഡ് പേ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് കാർഡിലേക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. സോ ദുബായിലുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ഓപ്ഷൻ ഇനി എല്ലാവർക്കും അവൈലബിൾ ആകും. അതുകൊണ്ട് തന്നെ ടാപ്പ് ആൻഡ് പേ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് ബിസിനസ്സും ബാക്കിയെല്ലാം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടാപ്പ് ആൻഡ് പേ എന്ന ഓപ്ഷൻ നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും. നമ്മുടെ നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്ന ആപ്പിൾ വാച്ചിൻ്റെ ഒരു അടിപൊളി ലീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഹെൽത്തിൻ്റെ ഈ പറഞ്ഞ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡോക്ടർ സമ്പിളായിട്ട് ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് എനിക്ക് കാണാനായി. അതിൽ പറയുന്ന കാര്യം ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷനെ പറ്റി ഒരു റിസർച്ച് ഇപ്പോൾ ആപ്പിൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് HRV എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഈ പറഞ്ഞ ഹാർട്ട് റേറ്റ് വേരിയേഷൻ എന്ന് പറയും. ഈ ഒരു ഹാർട്ട് റേറ്റിൻ്റെ വേരിയേഷൻ പഠിക്കണമെങ്കിൽ ബ്ലഡ് പ്രഷർ നമുക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലം വരാൻ പോകുന്ന ആപ്പിൾ വാച്ചിൽ ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് ഉണ്ടാവുന്നതാണ് നമുക്കിട്ട് റിപ്പോർട്ട്. ഇത് വേറെ ആരും അല്ല തരുന്നത്, ഈ പറഞ്ഞ മാർഗർബൻ തന്നെയാണ് ഈ ഒരു ലീക്കും നമുക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്ന ആപ്പിൾ വാച്ചിൽ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയും നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഐഫോണിൽ മാത്രമുള്ള ആ ഒരു ഓപ്ഷൻ വാച്ചിലേക്കും കൂടെ ലഭിക്കുമ്പോൾ അൾട്രാ ബാൻഡുള്ള ആ ഒരു വാച്ചിൽ നല്ല കണക്ടിവിറ്റിയും അതേപോലെ സേഫ്റ്റി പ്രോട്ടോക്കോളും ലഭിക്കുന്നുണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ iPhone 17 ഒരു പുതിയ റെൻഡർ മോഡൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ക്യാമറ കട്ടൗട്ട് ആയിരിക്കും എന്നാണ് iPhone 17 Proയിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷേ അങ്ങനെ വന്നാൽ നല്ലതായിരിക്കും, ഒരു ചേഞ്ച് ഉണ്ടാവും. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ വന്നിട്ടുണ്ട് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചിരിക്കുന്ന റീസൺ എന്താണ്. സോ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ ആപ്പിൾ കണ്ടുപിടിച്ചതായിരിക്കും ഈ ഒരു ക്യാമറ കട്ടൗട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവുന്നത്. നല്ലൊരു മാറ്റം തന്നെയാണ്. ആസ് എ ആപ്പിൾ യൂസർ പുതിയ പുതിയ ചേഞ്ചുകൾ വരുന്നുണ്ട്. ആ ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്കുണ്ടായ വീഡിയോഗ്രാഫിക്ക് യാതൊരു കോംപ്രമൈസും വരാതിരിക്കണം എന്ന് മാത്രമാണ് എനിക്കുള്ളത്. സോ iPhone 17 Proയിൽ
ഒരു പുതിയ റെൻഡറിങ് ലീക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ അവരുടെ സ്വന്തമായിട്ടുള്ള വൈഫൈയും ബ്ലൂടൂത്തിൻ്റെയും ചിപ്പ് മേക്ക് ചെയ്യാൻ പോകുന്നതാണ് നമുക്കിട്ട് റിപ്പോർട്ട്. നേരത്തെ കണ്ട വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു, ആപ്പിൾ തന്നെ ഇപ്പോൾ മോഡത്തിൻ്റെ ചിപ്പും ഉണ്ടാക്കാൻ പോവാണ്, 5G മോഡത്തിൻ്റെ ചിപ്പ്. എന്തിനാണെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ തന്നെ ക്രിയേഷൻ ആകുമ്പോൾ കുറച്ചധികം ബെറ്റർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്സ് ആപ്പിളിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇന്ത്യയിൽ നിന്ന് ആപ്പിളിൻ്റെ സിലിക്കൺ M1 സീരീസിലേക്ക് വന്നപ്പോൾ ആ ഒരു ട്രാൻസിഷൻ. സോ സ്വന്തം ചിപ്പാകുമ്പോൾ ആപ്പിളിന് അതനുസരിച്ച് ട്വീക്ക് ചെയ്യാം, നല്ല രീതിക്ക് എഫിഷ്യൻ്റ് ആക്കാം, പവർ കൊടുക്കാം. അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ടുള്ള ചിപ്സും ബാക്കി കാര്യത്തിലേക്കും ഇപ്പോൾ ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം അടുത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാ ആൻഡ്രോയിഡ് ആൾക്കാർക്കും എല്ലാം ഡൗട്ടാണ്, അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞ് ഊക്കുന്നൊരു കാര്യമാണ്, സാംസങ്ങിൻ്റെ കോപ്പി അടിച്ചു, ഒപ്പോൻ്റെ കോപ്പി അടിച്ചു, സോണിയുടെ കോപ്പി അടിച്ചു, അങ്ങനെയൊക്കെ. ഒരു ടെക്നോളജി കമ്പനിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചെയ്യാത്ത യാതൊരു കമ്പനീസും ഇല്ല. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു പുതിയ ആൻഡ്രോയിഡിൻ്റെ ഹെഡ്സെറ്റ് XR ഹെഡ്സെറ്റ് ഇപ്പോൾ റിലീസാകാൻ പോകുന്നതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നു. അതും ഈ പറഞ്ഞ വിഷൻ പ്രോ ആയിട്ട് എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? അതേപോലെ ഹെഡ്ഫോൺസ് ഇറക്കി, സാംസങ്ങിൻ്റെ വാച്ച് ഇറക്കി. ഇത് അറ്റ്ലീസ്റ്റ് കോപ്പി അടിച്ചാൽ പോലും ആ ഒരു ലുക്കിലും കളറിലെങ്കിലും മാറ്റിക്കൂടെ? അതൊന്നും മാറ്റില്ല. ആപ്പിൾ ചാടിക്കഴിഞ്ഞാൽ അതേ സെയിം ക്ലോത്ത് തന്നെ ഈ പറഞ്ഞ സാംസങ്ങും ചാടും. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. സോ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, സാംസങ് ആയിക്കോട്ടെ ആപ്പിൾ ആയിക്കോട്ടെ ഏത് ടെക്നോളജി ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കാര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. സോ ഒരു കമ്പനി കണ്ടുപിടിച്ചു, ഇപ്പോൾ ആപ്പിൾ ഇത്ര നാളായിട്ട് 120 ഹെഡ്സിലേക്ക് വന്നിട്ടില്ല. അത് റീസൺ ഉണ്ട്. അത് അത്രയും വലിയൊരു ഫ്ലൂയിഡിറ്റി ഇല്ലെങ്കിലും ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് വ്യത്യാസം, വേറെ കാര്യമുണ്ട്. അതേപോലെ 120 ഹെഡ്സ് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് പല കാര്യങ്ങൾക്കും കൂട്ടായിട്ട്. ഞാൻ അതിനെ ആപ്പിളിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് പറയല്ല, എന്നാലും ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിനുള്ള ഡിഫറൻസിയേഷൻ ഉണ്ട്. 120 ഹെഡ്സിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഗെയിം കളിക്കാത്തൊരു വ്യക്തിക്കും അതേപോലെ തന്നെ വലിയൊരു ബ്രൗസ് ചെയ്തൊരാൾക്കും ഈ 120 ഹെഡ്സ് ഒരിക്കലും മനസ്സിലാവില്ല. മനസ്സിലായോ? അതിനൊരു റീസൺ ഉണ്ട്. ഈ പറയുന്ന ഐഫോൺ എടുക്കുന്ന എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് വേറെ കുറച്ച് ആൾക്കാർക്ക് ഈ പറഞ്ഞ ഐഫോൺ എടുത്തിട്ടും അവരുടെ ഐഫോൺ ആണ് എന്ന് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഐഫോൺ കുറച്ചും കൂടെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഫോൺ വിളിക്കുക, വാട്സപ്പ് നോക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അവരെല്ലാവരും ഐഫോണിൽ ഗെയിം കളിക്കണം എന്ന് ചിന്തിച്ചാലേ എടുക്കുന്നത്. സോ 120 ഹെഡ്സ് വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. അതേപോലെ ഈ പറഞ്ഞ 120 ഹെഡ്സ് ഇടുമ്പോൾ ബാറ്ററി നന്നിട്ട് ഡ്രെയിൻ ആവാറുണ്ട് പ്രോ സീരീസിൽ. അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാത്തിനും അതിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അത് മനസ്സിലാക്കി വേണം ഒരു കാര്യം എടുക്കുന്നത്. നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കറക്റ്റായിട്ട് ചിന്തിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് iWorks എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ആപ്പിളിനുണ്ട്. അതായത് ഈ പറഞ്ഞ പേജസ്, നമ്പർ, കീനോട്ട് എന്നീ പറയുന്നതൊക്കെയാണ് iWork അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള iWorks ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓരോ ആപ്ലിക്കേഷന് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ആപ്പ് സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. കുറേയധികം കൂട്ടുകാർ ഈ പറഞ്ഞ കീനോട്ടും പേജസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആപ്പിൾ ഇൻ്റലിജൻസിന് തന്നെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കറിയാവുന്ന പോലെ ആപ്പിൾ ഇൻ്റലിജൻസ് വെച്ച് ഈ പറഞ്ഞ 3 ആപ്ലിക്കേഷൻ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കും നല്ല രീതിക്കുള്ള പൊട്ടൻഷ്യൽ ഈ ആപ്ലിക്കേഷനും എന്നിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ 2025 ഒരു തുടക്കം മാർച്ച് ആകുമ്പോഴത്തേക്കും M4 MacBook Air ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ നമുക്ക് അടുത്ത കൊല്ലം വരാൻ പോകുന്ന 2 പ്രോഡക്റ്റാണ്. ഒന്ന് പുതിയ ആപ്പിൾ TVയും, 2 ഒരു പുതിയ ഹോം പോഡും. ഈ 2 പ്രോഡക്റ്റും നമുക്ക് മിക്കവാറും അടുത്ത കൊല്ലം 2025 തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഫൈനലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇനി മുതൽ ആപ്പിളിൻ്റെ എയർപോഡ്സും കൂടെ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ആകെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ടു ബി ഓണസ്റ്റ്, ആപ്പിളിന് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഐഫോൺ പോലെ ആവരുത്. എസ്പെഷ്യലി ഡിസ്പ്ലേ ഇഷ്യൂ ഇന്ത്യൻ മാനുഫാക്ചറിങ് ഐഫോണാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പുറത്തുള്ള ഈ പറഞ്ഞ ആപ്പിൾ യൂസേഴ്സിനോ അല്ലെങ്കിൽ ഈ പുറത്തുനിന്ന് ഡിവൈസ് എടുത്താൽ ഫോർ എക്സാമ്പിൾ ദുബായിൽ നിന്ന് നോക്കിയാൽ മതി, എടുത്ത കൂട്ടുകാർക്കോ ഇത്രയും മാത്രം ഡിസ്പ്ലേ ഇഷ്യൂ വരുന്നില്ല. ഇന്ത്യൻ യൂസേഴ്സിനാണ് ഇത്രമാത്രം പ്രശ്നം. കാരണം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതലും ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ iPhone 16 പ്രശ്നം വന്നു, എടുത്ത് 4-ാം പക്കം പ്രശ്നം വന്നു. എനിക്ക് ആപ്പിൾ അത് റീപ്ലേസ് ചെയ്ത് തന്നു. അതെങ്ങനെയാണെന്ന് കറക്റ്റ് കാര്യമാണ് ഞാൻ പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ.
സോ ഇന്ത്യൻ പ്രൊഡക്റ്റിനാണ് കൂടുതലും ഇഷ്യൂസ് വന്നിരിക്കുന്നത്. നിങ്ങൾ ദുബായിൽ നിന്ന് എടുത്ത ഫ്രണ്ട്സിൻ്റെ ചോദിച്ചു നോക്ക്, അമേരിക്കയിൽ എടുത്ത ഫ്രണ്ട്സിന് ചോദിച്ചു നോക്ക്, യൂഷ്വലി അവർക്കൊന്നും ഈ പറഞ്ഞ ബോർഡിൻ്റെ പ്രശ്നങ്ങളോ ഡിസ്പ്ലേയുടെ പ്രശ്നങ്ങളോ പൊതുവേ 100-ൽ ഒരു 95% അല്ലെങ്കിൽ 5 പേർക്കും ഈ ഒരു ഇഷ്യൂ കാണാറില്ല. പക്ഷേ ഇന്ത്യൻ മാനുഫാക്ചർ നോക്കുമ്പോൾ 100-ൽ 60 പേർക്കും ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ വരുന്നുണ്ട്. അതേപോലെ എയർപോർട്ട്സ് മേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ദൈവത്തോർത്ത് വേറെ ഒരു കംപ്ലയിൻസോ അതേപോലെ ക്വാളിറ്റി ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസോ കൊടുക്കരുത്. അത്രയും നല്ല പ്രൊഡക്റ്റ് ആപ്പിളിൻ്റെ ഒരു ലൈനപ്പും കൂടെ പ്രശ്നത്തിലാക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ കുറേ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ പുതിയ പുതിയ ന്യൂസുകളും അപ്ഡേറ്റ്സുകളും റെഗുലറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Jebin Xavier signing from Evika.